ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഓ ഇരുന്നോളൂ. ആരാധകരെ ശാന്തരാകൂ. അതേ ഉള്ളൂ. ഓക്കെ, എങ്കിലൊരു വലിയ കൈയടി അടിച്ചോ. നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവാണ് നമ്മുടെ സ്വന്തം ഹരിച്ചേട്ടൻ, സുജിത്തേട്ടൻ ആൻഡ് രാജേഷേട്ടൻ. വേറെ 150 വർഷങ്ങൾക്ക് മുമ്പാ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പ്രതാപശാലിയായ ഒരു കണ്ട്രാക്ക് ഉണ്ടായിരുന്നു, ശങ്കരം മേശ്ശേരി. ആ കണ്ട്രാക്ക് തഞ്ചാവൂരിന്നൊരു പാണ്ഡ്യക്കാരിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പൊന്നമ്മ എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. ഒരു ദിവസം 2 ആളിന്റെ പണി ചെയ്യുകയും അതോടൊപ്പം പണി സൈറ്റിൽ നൃത്തവും അവൾ ചെയ്തിരുന്നു. ഈ തമിഴത്തി ഇതേ പണി സൈറ്റിലെ തന്നെ മൈക്കാടും സിനിമാറ്റിക് ഡാൻസുകാരനുമായ രാമദാസനുമായി പ്രണയത്തിലായി. കണ്ട്രാക്ക് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് രാത്രി കണ്ട്രാക്ക് ഈ പൊന്നമ്മയെ പണി സൈറ്റിലിട്ട് മുഴക്കോലുകൊണ്ട് അടിച്ചു കൊന്നു. ആ കൊള്ള ഇപ്പോഴാന്നാ വരുന്നേ? വെള്ളം 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 ദാഹിച്ച് ചാകാൻ തുടങ്ങി വെള്ളം ചോദിച്ചപ്പോ കട ഡാൻസ് കളിക്കുക. പിന്നെന്താ കാണിക്കുക? കഥയിലെ കാര്യം ചോദിച്ചേ. പണത്തിക്കാർ പിടിക്കാതെ എങ്ങനെയാ വന്നേന്ന് ചോദിച്ചാലേ, ഞാൻ ആദ്യം വന്നത് നേരെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഞാൻ മദ്രാസിലിറങ്ങി. മദ്രാസിൽ നിന്ന് നേരെ അതാരത് അതിവിടെ തൂക്കാൻ വരുന്ന കൊച്ചാ. അവിടെ നേരെ ഞാൻ വീണ്ടും ഓട്ടോ കയറി കൊല്ലത്ത് വന്നു. കൊല്ലത്ത് അതാരാ? അതാ തൂക്കാൻ വന്ന കൊച്ചിന് തള്ളയാ. അത് വിട്. അവിടെ നേരെ വീണ്ടും ഞാൻ ഓട്ടോ കയറി ഞാൻ ഇങ്ങനെ കോഴിക്കോട് വന്നങ്ങ് നിന്ന്. കൊള്ളാം. ഇത്രയും താമസിക്കാനുള്ള കാര്യം പറ. ഞാൻ സന്ധ്യ മയങ്ങി ഒന്ന് കാണാൻ നിന്നതാ. നട്ടിച്ചോ നേരത്തോ? നട്ടിച്ച ആ സന്ധ്യയല്ല, ഇതേ ഒരു പേഷ്യന്റ് സന്ധ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവക്ക് മയങ്ങാനുള്ള മരുന്നും കൊടുത്തു. അവളൊന്ന് മയങ്ങുന്ന കാണാൻ നിന്നതാ. എഴുന്നേറ്റ് എന്തോ ഒരു പിടിവില്ല. നേരത്തെ വരണ്ടേ? ഞാൻ എത്ര സത്യം പറഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയില്ലെന്ന്. നിങ്ങൾ എവിടെ പോയായിരുന്നു? എവിടെ? കുടുംബക്ഷേത്രത്തിൽ കസ്റ്റഡി വെച്ചിരിക്കുവായിരുന്നു. കച്ചേരി വെച്ചിരിക്കുവായിരുന്നു. കച്ചേരിയോ? അത് കണ്ടോണ്ട് ഇതൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. അത് ശരി. സത്യം പറഞ്ഞ് ഞാൻ എന്തിനായി വിളിച്ചെന്നറിയാവോ? ഇല്ല. ഞാൻ എന്തിനാ സത്യം പറഞ്ഞ് വിളിച്ചേ? തലവേദന എടുക്കുന്നതിനോ? അല്ല. വയറ്റ് വേദന എടുക്കുന്നോ? അല്ല. എന്തിനാന്നോ എന്തോ. എന്താ വന്ന ആ കൈ തണുക്കുന്നോ? എന്തുവായിരുന്നു? അയ്യോ, ഞാൻ പറയാൻ കാരണല്ലേ, ഈ അയലോക്കത്ത് ഗിരിജ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഞങ്ങളൊരു ബന്ധുക്കാരി കൊച്ചു തന്നെ. ആയിക്കോട്ടെ. ഒരു സമയമാകുമ്പോ ഇവളുടെ ദേഹത്ത് അങ്ങ് വാത കയറും. വാത കയറി കഴിഞ്ഞാൽ കാണുന്ന സാധനം മൊത്തം ഇട്ടങ്ങ് കത്തിക്കും. കത്തിക്കുന്ന മാത്രമാണോ, ഓരോന്നിടത്ത് എറിഞ്ഞു പൊട്ടിക്കും. എന്റെ തലയ്ക്കും കിട്ടിയ ഒരു ഏറ്. അറിയാമോ? എങ്ങനെയെങ്കിലും ഈ വാതയൊന്നും മാറ്റണം. ചിലങ്ങളുടെ ശബ്ദമോ അതുപോലെ എന്തെങ്കിലും? തെക്കിനിക്കകത്ത് പാട്ടും കുത്തുവാ. എന്തോ ടെക്നിക്കല്ല, തെക്കിനിക്കകത്ത് പാട്ടുമേളോ. ഞാൻ കയറിപ്പോതിൽ എനിക്ക് പേടിയാ. പേടി പോകരുത്. പാനുമതി അടക്കി കയറിപ്പോവും. അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. കോഴിക്കോട് വന്ന കാര്യം പറഞ്ഞപ്പോഴാ ഒടിയൻ കൊച്ചാൽ ഇഷ്ടമുള്ള പലഹാരം ഹലുവ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കും. വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലയോ? കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം. എന്താ കാണിച്ചാ? ഞാൻ പറഞ്ഞില്ലേ ഗിരിജയുടെ പണിയായത്. എന്റെ പാസ്പോർട്ട് വരെ കത്തിച്ചു. പാസ്പോർട്ട് വരെ കത്തിച്ചിട്ടിരിക്കുക. ഇതേ തവനായാലും പൂട്ടും വന്നപ്പോ കള്ളത്തിൽ കൊണ്ടുപോയി ഞാൻ പൂട്ടും. അവനല്ല, അവളാ ഇത് ചെയ്യുന്നേ. കുഴപ്പമില്ല. എങ്ങനെ ഇതിനാ ഞാൻ പണി കൊടുത്തോളാം കേട്ടോ. ഇതിനാ ഞാൻ വിളിച്ചു. ഏതവനായാലും ഞാൻ പണി കൊടുക്കും. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആകണം. കുളം ഉണ്ടോ? കുളം ഈ വീട് മൊത്തം ഭാനുമതി കുളമാക്കി വെച്ചേക്കും. എനിക്കൊന്ന് മുങ്ങി കുളിക്കാൻ കുളം ഉണ്ടോ? അപ്പുറത്ത് പുഴയുണ്ട്. ഉണ്ടോ? എങ്കിൽ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. പോയിട്ട് വാ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി പിടിക്കാം. ആളെ പിടിക്കാം. എന്തുവാടി? ആ തെക്കിനിയുടെ താക്കോൽ ആരാ എടുത്തേ? എന്റെ മണ്ടേ കൊണ്ടുവെക്ക്. എന്റെ മണ്ടല്ല, അതിന്റെ അകത്ത് ആ സോമന്റെ ഒക്കെ പട്ടി കയറി പറ്റി കിടക്കും. അതൊക്കെ ഇപ്പൊ മാറ്റിക്കളയും. അത് ആരെന്നാലും ഈ തെക്കിന് തുറന്നിട്ട് ഞാനത് ചോദിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ ചായ കുടിച്ചാട്ടെ. പിന്നെ ഞാനൊരു കാര്യം ഞാൻ പറയാം. ആ ഗിരിജയുടെ കാര്യം ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇന്നലെ അവൾ ആ റബ്ബർ തോട്ടത്തിനകത്ത് തീയിട്ടു. എന്നിട്ട് ഉള്ളുറപ്പ് പെണ്ണുങ്ങൾ കൊട്ടയും പട്ടിയാലും അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിലും അങ്ങ് തല്ലി ചതച്ചു. രാത്രി 12 മണിയായപ്പം ജനലിൻ്റെ അകത്തൂടെ കമ്പിട്ട് കുത്തുന്നു. അത് അവളായിരുന്നു കണ്ണി കുത്തിയത്. അവളായിരിക്കും. എന്നിട്ട് എന്തിനാന്നറിയാമോ? അവിടെ ഭിത്തിയിൽ ഒരു ടൈം പീസ് വെച്ചിട്ടില്ലയോ,
അത് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു ഇവിടെ പരിപാടി. അതെല്ലാം ഇന്നുകൊണ്ട് മാറും. ആ. ജോണിക്കുട്ടി വന്നിട്ടുണ്ട്. നീ അത് കോഴിക്കുട്ടിയല്ല, ജോണിക്കുട്ടി. ജോണിക്കുട്ടി വന്നിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ചിയാ. ബാധ ചേർക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് വരുത്തിയതാ. ഒരു കാര്യം ചെയ്യണം, അവന് സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. സ്പെഷ്യലായിട്ട് എന്തോ കൊടുക്കാനാ? നിങ്ങളൊരു ഇവിടെ പണിക്ക് പോകുന്നുണ്ടോ? ഞാൻ രാവിലെ കവലേ പോയില്ലയോ? കവലേ പോയപ്പോ 35 കാര്യം അവിടെ പീസ് ആക്കിയിട്ട് വിൽക്കുന്ന ഞാൻ കണ്ട്. അതൊരു പീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കറി വെച്ച് കൊടുത്താൽ മതി. എന്റെ ദൈവം തമ്പുരാന്റെ മനുഷ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വന്നിരിക്കുന്നത് നരഭോജിയാണോ? നിങ്ങൾ ഈ അവിടെ ഇലന്തൂര് നടന്ന സംഭവം ഒന്നും അറിയാതിരിക്കുവാന്നോ? കാരി മീനില്ലയോ? കാരി മീൻ. അത് 35 കാരി മീനെ പീസാക്കി വിൽക്കുന്ന ഒരു പീസ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന്. പുളി ഇട്ട വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാ. മിനി പുളിക്കും. പുളിക്കട്ടെ. പുളിക്കും അങ്ങനെ ഇട്ട് കൊടുക്കും. മുളക് ഇട്ട് വാങ്ങാൻ കൊടുക്കും. വേണമെങ്കിൽ അങ്ങനെ നിന്നാ മതി. പിന്നെ മുറുക്കാൻ തന്നില്ലല്ലോ. ഞാനത് പറഞ്ഞ് പുളിയും കൊച്ചാട്ടാ, ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഞാനിവിടെ നോക്കത്തില്ല. അവൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയും ഗിരിജയുടെ ദേഹത്തുനിന്ന് ഈ കുന്തത്തിനെ അങ്ങ് അടിച്ചു മാറ്റണം. ഞാൻ ചെയ്യാം. നീ പോയേ. ടോണിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാണ്. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എന്തോ പണിയായി കാണിച്ചത്. അവളെനിക്ക് കൊണ്ടുവന്ന് മുറുകൻ തട്ടിക്കളഞ്ഞു. അതിനകത്ത് ഓവറായിട്ട് ചുണ്ണാമ്പ് കയറ്റി വെച്ചേക്കായിരുന്നു. ആണോ? അണ്ണാക്ക് വള്ളി നിങ്ങൾ ചത്തേന്. അവൾ അങ്ങനെ കാണിക്കുന്നതല്ലോ. അവൾ അങ്ങനെ കാണിക്കുന്നതല്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇവിടെ കിടന്ന് തന്നെത്താൻ അടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യരുത്. എന്തോ കാര്യം പറ. ഈ ബാഗ് കത്തിച്ചപ്പോഴേ എനിക്ക് ആളെ കിട്ടി. ആരാ? വിഷമിക്കരുത്. ഇല്ല, പൊടിയം കൊച്ചാട്ടന്റെ ഭാനുമതിയാണ് നമ്മളാ പറഞ്ഞ ചിത്തൻ ആലപ്പുഴ. എന്റെ ഭാനുമതിയോ? എന്റെ ഭാനുമതിയോ? എന്താ ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചാലേ, അർദ്ധരാത്രിയിൽ പൊന്നമ്മയായി മാറുന്ന തന്റെ ഭാനുമതി അമ്മ താങ്കളുടെ ഉറക്കത്തിന്റെ അളവ് വരെ പഠിച്ചിരിക്കുന്നു. എപ്പോ എഴുന്നേക്കും, എത്ര പ്രാവശ്യം ഉള്ളാൻ പോകും, ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഒരു വെളച്ചിലും നടക്കത്തില്ല. രണ്ടാമത്, ഒരു നൃത്തവും പഠിക്കാത്ത ഭാനുമതി അമ്മ സിനിമാറ്റിക് ഡാൻസ് അറിഞ്ഞു കേട്ടുന്നു. മനസ്സിലായോ? പോരാഞ്ഞ് പകൽ സമയങ്ങളിൽ പൊടിയം കൊച്ചാട്ടന്റെ കൂടെ നടന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വേണ്ടാധീനമെല്ലാം കാണിക്കുന്നു. ഇവളോ? റബ്ബർ തോട്ടത്തിൽ തീയിടുക, സിമിന്റിയാക്ക് മറിച്ചു വെക്കുക, സിമിന്റ് ചട്ടി മറിച്ചു വെക്കുക, ജനൽദാസ് തല്ലിപ്പൊട്ടിക്കുക, സകല പരിപാടിയും ചെയ്യുന്നുണ്ട്. എന്റെ ഭാനുമതിയോ? തന്നെ ഭാനുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഭാനുമതി അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് ഈ ചികിത്സ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാനുമതി അമ്മയുടെ ബാല്യം അറിയണമായിരുന്നു. അതിന് ഞാനും രാധാകൃഷ്ണൻ കൊച്ചാറിന്റെ കോഴിക്കോട്ടിലെ രാധാകൃഷ്ണൻ കൊച്ചാറിനും കൂടെ ഒരു പന്ന സൈക്കിൾ എടുത്തോണ്ട് നേരെ അങ്ങ് പോയി. എങ്ങോട്ട് പോയി? തളിപ്പറമ്പ്. അവിടെ ചെന്നപ്പോ ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ അവിടെ ഒരു കൊച്ചു വീട്. ഏകദേശം ഇത്രേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രേ ഉണ്ട്, ഇത്രയും ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇത്രയും ഇല്ല. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. ഇത്രയുണ്ടോ? ഇത്രയും ഇല്ല. ഇപ്പം പറഞ്ഞേ. അതോടൊന്ന് പറയാ ഇടയ്ക്ക്. അപ്പൊ ഇതിന് അവിടെ ചെന്നപ്പോ ഈ കൊച്ചിന്റെ വലിയ തള്ള ഇവിടെ മടി കിടക്കുക. ഈ ഭാനുമതി എന്ന് പറഞ്ഞ ആരെ? ഭാനുമതി, നിങ്ങളുടെ ഭാനുമതി ചെറുപ്പത്തിലെ കാര്യം മടി കിടക്കുക. വലിയ തള്ളയുടെ മടി കിടന്നുണ്ട് പഴയ നാടൻ പാട്ടുകളും പഴംപുരാണവും അതുപോലെ തന്നെ ഏഷണി, കുശുമ്പ് ഇതെല്ലാം കൂടെ പഠിച്ച് ഈ കൊച്ചി ഇത് കണ്ടങ്ങ് വളർന്നു. ഉണ്ടോ? അതും പോരാഞ്ഞ് കുടുംബ പ്രാരാബ്ധം നികത്താനായിട്ട് കൊച്ചിലെ തന്തയും തള്ളയും കൂടെ ബോംബെയിൽ ഒരു പാലത്തിന്റെ പണി പിടിച്ചു. കേരളത്തില്ലാത്തോ? അപ്പോൾ കേരളത്തിൽ കടം വരുത്തി വെച്ചിരിക്കുക. ബോംബെയിൽ ഈ പാലത്തിന്റെ പണി പിടിച്ചിട്ട് ലാഭം നോക്കി പോയതാ. കൊച്ചിനെ വേരോട് അങ്ങോട്ട് പറിക്കാൻ നോക്കി. കൊച്ചു മാനസികമായിട്ട് തളർന്നു. ശരിക്കും തളർന്നു. അങ്ങനെ ഈ കൊച്ച് ആരെയോ നോക്കി ആ വഴിയില് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. ആരും വന്നില്ല. വരുവാനില്ല ആരുമിന്നൊരു അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഓർത്തു, എന്നാ ഈ കൊച്ചിനെ അങ്ങനെയാണ് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായി? അന്ന് തുടങ്ങിയ അസുഖങ്ങളായത്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പം മേൽപ്പാലം വരുമ്പോൾ ശരിയാകും. മേൽപ്പാലം അല്ലല്ലോ, മേൽപ്പാലം വരുമ്പോ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഭാനുമതിയെ വളരെ ശ്രദ്ധിച്ചോണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ ഭാനുമതിയെ നോക്കട്ടെ. ചടേന്ന് വിട്ടോ, ഒന്നും നോക്കണ്ട കേട്ടോ. ഓരോ ബാധ കയറി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ അടിച്ച് ഞാൻ ഒതുക്കുകയല്ലേ. പൂജ ചെയ്ത് ഞാൻ വശത്താക്കി കളയും. ഭാനുമതിയമ്മേ,
ആ ഭാനുമതി ചായ നേരത്തെ ഞാൻ കൊണ്ടുവന്ന് വെച്ചോ. വെച്ചോ. പിന്നെ എനിക്ക് അത്രയും ഭാഗം എളുപ്പമുണ്ടായിരുന്നു. ചായ അവിടെ ഇരിക്കട്ടെ. ചായ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ എനിക്ക് പിന്നെ നമ്മുടെ ആ പെണ്ണുണ്ടല്ലോ മറ്റേ കൊച്ചു ഗിരിജ അവക്ക് മുറുക്കാൻ വാങ്ങിക്കുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. അതൊക്കെ വിടാം. അതിന് മുമ്പായിട്ടേ എനിക്ക് ആ പൊന്നമ്മയുടെ മുറിയിൽ ഒന്ന് കയറി പണി സാധനം ഒന്ന് കാണണം. ആഹാ വലിയ നിർബന്ധമാണോ അത്? എനിക്കത് കണ്ടേ പറ്റുള്ളൂ. ആഹാ അത് ശരി. കൈന്ന് വിടാൻ എന്താ ഇത് പൊടിയും കൊച്ചാണ്ടങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി എന്തുവാ? അതുകൊണ്ടാണ് പറഞ്ഞത്. വീട്ടിൽ കയറി വന്നിട്ട് തോന്നി മാസം കാണി എന്നെ ആ മുറി ഒന്ന് കാണിച്ചാ മതി. മുറി ഒന്ന് കാണിക്കണോ? ഇങ്ങ് വാ. അത് ശരി. ഇവിടെ മുറി ഞാൻ കാണിക്കാം. ഇങ്ങോട്ട് വന്നാട്ടെ. മുറി ഇതാണോ? എന്റെ പൊന്നോ, ആ കൺട്രാക്ടിനെ സമ്മതിക്കണം. ഇവ ആ തമിഴത്തി പൊന്നമ്മ ആണോ? എന്തോ ബോഡി ഷെയ്മോ? ബോഡി ഷെയ്മോ? എന്തോ ബോഡി ചെയ്ത് എനിക്കറിയത്തില്ല. ഈ ഒരുത്തി വന്നോടുകൂടിയാ 150 വർഷമായി. അന്ന് വന്നോടുകൂടിയ നമ്മുടെ കൺട്രാക്ടിന്റെ ഊപ്പാട് വരുമായിരുന്നു. ഇതുപോലെ നിൽക്കുവോ? ഇതുപോലൊക്കെ നിൽക്കുവോ? ഇതുപോലെ ഞാൻ ഇതുപോലെ നിന്ന് നോക്കട്ടെ. അടിപൊളി. ഇതൊക്കെ എന്തുവാണ് ഈ മുറിയിൽ? ഇതൊക്കെ കാണാം. ഇതൊക്കെ 150 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള എവിടെ പണി സാധനങ്ങളാ ഇതോ? അതായത് ഡാൻസ് കളിക്കില്ലയോ? ഇവള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നല്ല. ഇവൻ ഒരു മൈക്കാട് പണിക്കാരൻ വന്നില്ലേ, അവന്റെ കൂടെ പോയി മുഴക്കോല് വെച്ചാ തല്ലിക്കൊന്നത്. ഇവിടെ പണി സാധനങ്ങളാ. ഇത് മുഴക്കോല്, ഇത് പിന്നെ ടേപ്പ്, ചുറ്റിക, പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ തൂക്കകട്ട. എന്തിയേ തൂക്കകട്ട? എന്താണോ? ഈ തൂക്കോട്ട പൊന്നമ്മയുടെ തൂക്കോട്ട. ഇത് എവിടുന്ന് കിട്ടി? ഇത് 150 വർഷം പഴക്കോ? ഇത് 150 വർഷം പഴക്കമുള്ള 2 വർഷം പഴക്കേ ഉള്ളൂ. 150 വർഷം 2 വർഷത്തെ പഴക്കേ ഉള്ളൂ. എന്നോട് തർക്കിക്കരുത്. 150 വർഷം എന്നോട് തർക്കിക്കാൻ നിൽക്കല്ല. ഇത് 150 വർഷം പഴക്കമില്ല. എന്നോട് തർക്കിക്കരുതെന്നാ പറഞ്ഞത്. തർക്കിക്കും. ഞാനാണ് തർക്കിച്ചത്. നിങ്ങൾ തർക്കിച്ചേ? ഞാനാ തർക്കിച്ചത്. നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കാം കേട്ടോ. ചായ കുടിച്ചോ? ഞാൻ പറയാം. ഞാൻ പോയി അവർക്ക് ഗിരിജയ്ക്ക് മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് പോട്ടെ. ഈ കപ്പ ഞാനും കൊണ്ടുപോവാ. ചായ കൊണ്ടുവരണോ? കൊണ്ടുവരണം. ചായ ഇട്ടോണ്ടേ ഇരുന്നു കേട്ടോ. ഞാൻ പോകും വരെ എനിക്ക് ചായ വീട്ടിൽ പൊടിയൊക്കെ ചേട്ടാ. ഭാനുമതിയെ കണ്ടോ? കണ്ടു. ഒരു കാര്യം പറയട്ടെ. എന്തുവാ? സംഗതി ഏറ്റപ്പയായി അത്. ആന്നു എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ നമ്മുടെ കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോഴേ ഗിരിജയ്ക്ക് പാക്കും പറ്റും മേടിക്കാൻ പോണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് വിലക്കണം, പോകണ്ടെന്നും പറഞ്ഞു. ആ മുഖഭാവം ഒന്ന് നോക്കണം. എനിക്ക് ആ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യാനുള്ളതാ. മനസ്സിലായി? അപ്പൊ ചെന്നൊന്ന് നോക്കിയാണ്. ശ്രദ്ധിച്ചോണേ. പോകണ്ടെന്ന് പറയണ ഇല്ലയോ? പോകാം. വിലക്കേര് ബാക്കി ഞാൻ ഏറ്റു. ഇതോ അവിടെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു. എവിടെ പോവാ? ഞാൻ ഗിരിജയ്ക്ക് പാക്കും പറ്റാൻ ബാക്കിയാൻ പോവാ. ഇവിടെ ഇരിപ്പുണ്ടല്ലോ പാക്കും പറ്റും. പിന്നെ എന്തിനാ എന്നാലും ഞാൻ കൊണ്ട് അതെല്ലാം കരിഞ്ഞു തുടങ്ങിയത്. അത് വേണ്ട. ഇപ്പം പോകണ്ട. ഞാൻ കൊള്ളാം. ഇന്നലെ രാവിലെ കൂടി ഞാൻ പറഞ്ഞു ഇല്ലയോ ഇന്ന് ഞാൻ പോകും. ഇപ്പൊ എന്തോ ഒരു മനമാറ്റം, ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. ഞാൻ പോകും. പോകണ്ടെന്നില്ലേ പറഞ്ഞു? ഞാൻ മൂർക്കാൻ വാങ്ങിക്കാൻ പോകും എന്ന് പറഞ്ഞല്ലോ. പോകണ്ട. ഞാൻ പോകും. പോകണ്ട. വിടമാട്ടെ. നീ ഇപ്പൊ എന്നോട് എന്തുവാ പറഞ്ഞത്? എങ്ങും പോകണ്ടെന്നോ? ഞാൻ പോകും. ഇന്നേ ദുഃഖാസമേ ഉന്നെ ഞാൻ ഇവിടെ ഇട്ട് വലിച്ചു കയറിന്റെ ഊപ്പാടി ഞാൻ പരിചയാണ്. ഈ ഭാനുമതി അത് ഞാൻ ചെയ്യും. എന്താ ഞാൻ പോകണ്ടെന്നില്ലയോ? നിന്റെ ഈ വടിയും കത്തിച്ച് ഗുളിയും കത്തിച്ച് നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊന്നിടുവേ. എന്തുവാ ഞാൻ കാണിച്ചത്? അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മേടിച്ച് വെച്ച സാധനം നിങ്ങളെ കാണിക്കുവോ? കഴിഞ്ഞ വട്ടം ഉഷാള് കൂടെ റേഷൻ കട പോണെന്ന് പറഞ്ഞപ്പോ നീ വേറൊരു കസര അടിച്ചു പൊടിച്ചവളാ. അതറിയാവോ? ചേട്ടാ ഞാൻ എന്തോ പറഞ്ഞു. ഞാൻ ഭാനുമതി ഒന്നും പറഞ്ഞില്ല. എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. അല്ല നീ അഥവാ അങ്ങ് ചത്തുപോയാലേ നിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു തലമുറ വേണ്ടേ? ആ വായും തുറന്നേ. അതിന്റെ അകത്ത് ഒരു വർഷം പാക്ക് കിടക്കുന്നുണ്ടോ? അത് കടിച്ചു പൊട്ടിക്കാൻ ശേഷിയില്ല. എന്നിട്ടാ പിന്നെ തലമുറ ഉണ്ടാക്കാൻ പോലും. തലമുറയുടെ കാര്യം പറഞ്ഞോണ്ട് ഇവിടെ നയവിറക്കരുത്. ഞാൻ അകത്തോട്ട് പോവാ കേട്ടോ. ചായ വല്ലതും വേണോ? കൊണ്ടുപോവാ. ചായ കൊണ്ടുപോവാ. ആ പോക്കും മുടങ്ങി. അതും മുടങ്ങി. ഓരോ നാശങ്ങൾ ഒപ്പിച്ച് വെച്ചേക്കുന്ന കണ്ടോ? ഇത് ആര് കൊടുക്കുന്ന ഈ പൈസയുടെ പിരിവൊക്കെ ഓരോന്ന് കാണിച്ചു വെച്ചേക്കുന്ന വേല? പൊടിയൻ. ആരാ? ഞാൻ മേൽപ്പാലം. മേപ്പാട്. എന്താ ഇങ്ങോട്ട് വന്നേ? നമ്മുടെ ഇവിടെ എന്നെ ജോണിക്കുട്ടി പറഞ്ഞോണ്ടാ. ജോണിക്കുട്ടി പറഞ്ഞോണ്ടാ? ഇവിടെ എന്തോ ഒരു
എന്റെ പൊന്നു മേപ്പാടാ, ഞാൻ കണ്ടു കണ്ടോ? ഭാനുമതിയുടെ ദേഹത്ത് ഞാൻ കണ്ടത് കണ്ടോ? കണ്ട്. അത് എങ്ങനെയെങ്കിലും മാറ്റി തരണം എനിക്ക്. ആ കാര്യം ഞാൻ ഇട്ടു, അതിനാ ഞാൻ വന്നത്. ആണോ? അതിന് തന്നെ ഞാൻ വന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ വടക്കുവശത്തോട്ട് ഇരിക്കാം. ഇരിക്കാം. ഇവിടോട്ടിരിക്കാം. പിന്നെ ആ ഹാളിൽ കിടക്കുന്ന 2 കസേര എടുത്ത് വെളിയിലിട്ടേ. എന്തിനാ? ഹാളിൽ അത്രയും കൂടെ ഇടം കിട്ടുമല്ലോ. ഒരെണ്ണം പൊട്ടിച്ചോ? പൊട്ടിച്ച്. ഇനിയിപ്പോ എന്തോ ചെയ്യാനെന്ന് പറ. പിന്നെ ജോണിക്കുട്ടി വന്നിട്ട് എന്താ പറഞ്ഞു? ജോണിക്കുട്ടി എന്റെ കൂട്ടുകാരനൊക്കെ അമേരിക്കയിൽ പഠിച്ചതൊക്കെ സംഭവം ശരിയാ. ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. ജോണിക്കുട്ടിയോ? ജോണിക്കുട്ടി. അങ്ങനെ പറയരുത്. ഞാനും ജോണിക്കുട്ടിയും കൂടെ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിച്ചത്. ജോണിക്കുട്ടി എന്റെ ജൂനിയർ ആയിരുന്നു. അവന് തനി രാവണൻ, കഴുത്തിന് ചുറ്റും നാക്കാ, ഒരു കഴുത്ത 10 തലയാ. ചന്ദനം തൊടുന്ന അവിടെ നിന്ന് ഇങ്ങനെ അറിയാമോ? അതിനെ പറ്റി അങ്ങനെ പറയരുത്. അത് തന്നെയല്ല, അവന്റെ പേരിൽ 3 പ്രബന്ധങ്ങളാ ഉള്ളത്. ഏതൊക്കെയാ? മൂത്ത പ്രബന്ധം അവനെ പറിച്ചു വെച്ചേക്കും. 2ാമത്തെ പ്രബന്ധം വെള്ളിക്കിന്റെ പണി. ഏറ്റവും ഇളയ പ്രബന്ധം 7ാം ക്ലാസ്സിൽ. ചില്ലറക്കാരനാണോ? നിങ്ങൾക്ക് പ്രബന്ധം ഒന്നും ഇല്ലയോ? ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രബന്ധവും ഇല്ല. പിന്നെ ചങ്ങലേശ്വരിലെ ഒരു പ്രബന്ധം. അത് ആദ്യത്തെ കേട്ടില്ല പ്രബന്ധം. ഓ, അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഭാനുമതിയെ അവിടെ റെഡിയായി നിൽക്കുവാണോ? ഇപ്പഴും ബാധ ഉണ്ടല്ലോ? ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മുറ കളിച്ച് കേറാൻ പറ. അതല്ല, പിന്നെ ഞാൻ തുടങ്ങാം. തോം 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 ഒരു മുறை வந்து பார்த்தாயா തജം തജം തകജം என் மனம் நீ அறிந்தாயோ തോം 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 മപസനിദ സസസ മമ മഗഗ സസസ തോം 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 മപസനിദ സസസ മമ മഗഗ സസസ തത്രിഗട തില്ലാന തകതിൻ തരിഗട തില്ലാന തകതിൻ തരിഗട ജേണുക ദിമിക ജേണുക ദിമിക തകതിൻ തോം 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 മപസനിദ പമസാനിദ അങ്കനമാർ മൗലി മണി വലിച്ചു കേറ്റേ. തിങ്കളാസി വലിച്ചു കേറ്റേ. രായൂസി വലിച്ചു നാഗവല്ലി മനോന്മണി. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഇരി, ഇരിക്കാൻ, ഇരി, കളത്തിലിരി. ഇരിക്കാൻ, കളത്തിലിരിക്കാനാ പറഞ്ഞേ. ഇരി, അവിടെ ഇരിക്കാം. ഇരി. ആഹാ ആഹാ, അങ്ങോട്ട് മാറിക്കപ്പെടും കൊച്ചാട്ടാ. ഞാന് നീ കൊച്ചാട്ടൻ നിന്നോടല്ല, പോ. ഞാന് നീ ഞാൻ താൻ പൊന്നമ്മ. പൊന്നമ്മയാ? അമ്മ പൊന്നമ്മയാ. എതുക്ക് വന്ന്? നിങ്ങളില്ലേ ആദ്യം വന്നേ? പോയ അവിടുന്ന്. എതുക്ക് വന്ന്? രക്തം കുടിക്കണം. രക്തം കുടിക്കണമാ? ആരെ കൊല്ലണം? എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ കൺട്രാക്റ്റിലെ ശങ്കരമേശ്രിയാ? ശങ്കരമേശ്വരിയെ കൊല്ലണം. ശങ്കരമേശ്രിയെ കൊല്ലണോ? 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 ഒരു മിനിറ്റ്. കാലി സിമെന്റ് ഇരിക്കുമ്പോഴേ ഞാൻ തരീച്ചു പൊട്ടുവാങ്ങാം. അങ്ങനെ ഉള്ളതാ. കാരണം ഇങ്ങനെ ഇരുന്ന് എനിക്ക് വലിയ പതിവില്ലല്ലോ. അങ്ങോട്ടാ തുടങ്ങിക്കോ. കൊല്ലണോ? കൊല്ലണം. കൊല്ലണം. ഒരു കാര്യം ചെയ്യ്, പൂ വാങ്ങിട്ടോ. ഞാനും അവിടെ പോയി ഇരിക്കട്ടെ. അവിടെ ഇരിക്കരുത്, പൂ വാങ്ങിയിടാൻ. ഒരു കാര്യം ചെയ്യണം, ഞാനൊരു ബൊമ്മയും കൊണ്ട് വരും. അതും വരുന്ന അതിന്റെ സൈഡിൽ കയറി കിടന്നോണം. വെട്ടാ നേരത്തെ ഒഴിഞ്ഞ് മാറിക്കോണം. മനസ്സിലായല്ലോ? ബാക്കി ഞാൻ ഏറ്റു. കോര 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 ജാട 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 കോര കോര കാര ദിൽമ ദാസ്കി നെറ്റി പംചടാ കര സിൽമടാ കര കൊണ്ടു 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 കേറിക്കോ 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 കേറിക്കോ. ഓ കോര കോര ജാട ജാട സൈഡിൽ കയറി കിടന്നോ. വെട്ട് വരുമ്പോ മാറിക്കണം കേട്ടോ, മാറിക്കണം. കോര 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 അത് വാള് 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 കോര കോര വാള താഴ വാള് താഴ. നിനക്ക് കൊല്ലണോ? കൊല്ലണം. കൊല്ലണോ? കൊല്ലണം. നിന്നെ ഞാൻ സഹായിക്കാം. സഹായിക്കട്ടെ? സഹായിച്ചോ? സഹായിക്കാം. ഇന്നാ വെട്ട് മാർമോഡിയൻസ് കീച്ച് 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 വെട്ട് വെട്ട് മതി. 3 വെട്ട് മതി. 3 വെട്ട് മതി. 3 വെട്ട് മതി. ഇതിന് മൂർച്ച വല്ലതും ഉണ്ടോ? മൂർച്ച ഇല്ലാത്ത കുന്തം വന്നിട്ട് 3 വെട്ടില്ല എങ്ങനെ തീരുവത്? മതി. വെട്ടി ഒരു പരു ആക്കിയല്ലേ. ഈ കയ്യും എടുക്കുന്ന അങ്ങോട്ടൊന്നും മാറുന്നില്ലേ നിങ്ങളൊന്നും? എന്താ എടുക്ക പറ ചെയ്യ. നിറഞ്ഞെന്ന് തോന്നുന്നു, നിറഞ്ഞെന്ന് തോന്നുന്നു. കഷ്ടം. എന്തോ നോക്കി നിൽക്കുക. തമിഴത്തിൽ പോയി പോയോ? കുടിച്ചോട്ടെ. കൊണ്ട് കിടത്ത് കൊണ്ട് കിടത്ത്. അയ്യോ, എന്തായാലും അത് മാറി കിട്ടിയല്ലോ. ഇതാരാ ഇവിടെ പൊട്ടിച്ചിട്ടേക്കുന്നേ? അയ്യോ ഞാനാ. ഒന്ന് കിടത്ത മടിയിലോട്ടം കിടത്ത് മടിയിലോട്ടം കിടത്തെ. ഏതായാലും രക്ഷപ്പെട്ടു കേട്ടോ. ഒടിയൻസേ, സംഗതി എല്ലാം പോയി, എല്ലാം മാറിയോ? എല്ലാം ഇനി യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ,
ഇതാരാ മീൻകറി കൂട്ടി ഇവിടെ? അല്ല കടന്നോ ഇപ്പോൾ സംസാരിക്കുന്നത് ഭാനുമതി പൊന്നമ്മ. ഭാനുമതി, യെസ് ഓർ നോ? യെസ്. യെസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് ആനിമൽ. ഓക്കെ, അപ്പൊ എല്ലാം കഴിഞ്ഞു. മൊത്തം സാധനം മാറുന്നില്ല. കണ്ണ് തുറക്കട്ടെ. വാ, വാ. എന്റെ ദൈവമേ, നിങ്ങൾ എന്തിനാ സ്വാമി എന്നെ മുറിക്കാത്ത വന്നിരിക്കുന്നത്? ആ പൊടിയും കൊച്ചാങ്ങാണ്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അയ്യോ, അവിടെ ആള് തലത്തിരിപ്പുണ്ട്. അനുമതി, അങ്ങോട്ട് മാറി. തമിഴത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ കയറിയ കൊള്ളുവാ. അനുമതിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. അതോടെ ഞാൻ പേരോട് അടിച്ചങ്ങ് മാറ്റി. അതാ ബാക്കി സമയം കിട്ടുമ്പോ പുള്ളിയെ കൊച്ചാട്ടാവുന്ന പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തോ. പിന്നെ ഒരു കാര്യം, എന്തുവാ? ഞാൻ പോകുമ്പോ ഗിരിജയെ കൂടെ ഞാനും കൊണ്ടുപോകും. സണ്ണി ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഭാര്യ മക്കളൊക്കെ ഉള്ളതില്ലയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിർത്ത. ഇപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ ഓരോ കപ്പ് ചായ എടുത്ത് തരട്ടെ? അത് കൊള്ളാം. ചിരിച്ച് ചിരിച്ച് എനിക്ക് എന്റെ വയറൊക്കെ അങ്ങോട്ട് വേദന എടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, പൊടിയൻ കൊച്ചേട്ടനെ കണ്ട ആ ഒരു ചിരിയുടെ ഒരു സന്തോഷം, അതിനു പുറമെ മണിച്ചിത്രത്താഴ് സിനിമ വീണ്ടും ഒന്നും കൂടെ കണ്ട സന്തോഷം. നമുക്ക് എന്തായാലും ആ സന്തോഷത്തില് നേരെ നമ്മുടെ കാര്യക്കാരെടുത്ത് ചോദിക്കാം. അസീസിക്ക എങ്ങനെ ഉണ്ടായിരുന്നു? ചങ്കളെ ഗംഭീരം. സുജിത്തെ, എന്തോടെ കാട്ടിക്കൂട്ടിയത്? കാരണം നമ്മൾ സാധാരണ സ്റ്റേജ് ഷോയിലൊക്കെയാണ് നമ്മൾ വേഷം മാറി പടപടാന്ന് പെട്ടെന്ന് വരുന്നൊരു ആ ടൈമിനനുസരിച്ച്. കാരണം അറിയാം, 2 മണിക്കൂർ പരിപാടിയിൽ പല വേഷങ്ങളും കെട്ടിയാണ് നമ്മൾ. അറിയാലോ, നിങ്ങൾക്ക് അറിയാവുന്ന പരിപാടിയാണല്ലോ. എന്തിവിടെ കാട്ടിക്കൂട്ടിയത്? എത്ര വേഷം, എന്തൊക്കെ എക്സ്പ്രഷൻ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ടീം പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഉത്തരവാദിത്വം കൂടി വരെയാണ്. നിങ്ങളിവിടെ വന്ന് കയറി നിങ്ങൾ നോക്കിയപ്പോൾ തന്നെ ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരുന്നത്. ഭയങ്കര സന്തോഷം. കാരണം അമ്മാതിരി പെർഫോം ഇവർ മാത്രമല്ല, ഞങ്ങളാണെങ്കിലും എല്ലാ പ്രേക്ഷകരാണെങ്കിലും നിങ്ങളെ ഫ്ലോറിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ സ്കിറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടീമാണ് നിങ്ങൾ. അത് നിങ്ങൾ 100% നിങ്ങൾ നീതി പുലർത്തിയിരിക്കുകയാണ്. സത്യം, ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങളെ പെർഫോമൻസിനെ കുറിച്ചൊന്നും ഇനി ഞാൻ എടുത്തു പറയുന്നില്ല. നിങ്ങൾ 3 പേരും ഗംഭീര പ്രകടനമായിരുന്നു. അടിപൊളി സ്കിറ്റായിരുന്നു. ഒരു രക്ഷയില്ല, ചിരിച്ച്. കാരണം ഈ സ്കിറ്റിൻ്റെ പല വേർഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് റെക്കോർഡിംഗ് ആണ് ഞങ്ങൾ പല രീതിയിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ലൈവായിട്ട് നിന്ന് ഇത്രയും സമയം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. ഓൾ ദി ബെസ്റ്റ് കേട്ടാ. പൊളി. താങ്ക് യു ചേട്ടാ. ടീം പത്തനംതിട്ട പൊളിച്ചടുക്കി കളഞ്ഞു. മാസ് പെർഫോമൻസ് എന്നൊക്കെ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ എത്രത്തോളം ഹിറ്റാണോ അതിനനുസരിച്ച് തന്നെ ഈ ഒരു കണ്ടൻറ് എടുത്തിട്ട് എത്രയോ സ്പൂഫുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടേതായ ശൈലിയിലേക്ക് ഇത് വന്നപ്പം നമുക്കൊരു വലിയ എന്താ പറയുക കൗതുകം തോന്നുന്ന പുതുമയുള്ള കാഴ്ചാനുഭവമായിരുന്നു. കാരണം സാധാരണ പെൺകുട്ടികളൊക്കെ തന്നെ ഈ നാഗവല്ലിയായിട്ടും അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പാട്ട് അനുകരിച്ച് ഡാൻസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ സ്ഥിരം സിനിമയെ ആസ്പദമാക്കി സ്ഥിരം കളിക്കുന്ന സ്കിറ്റുകളിൽ നിന്ന് മാറി നിങ്ങൾ പിടിച്ചു. അതുപോലെ ആ കഥാപാത്രങ്ങളാണ് വരുന്ന, പ്രത്യേകിച്ച് ഇത്രയും പ്രായമുള്ളൊരു സ്ത്രീയിലേക്ക് ഈ പറഞ്ഞ കഥാപാത്രം ബാധ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ചേഞ്ചസൊക്കെ നിങ്ങൾ മനോഹരമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ സ്കിറ്റ് കളിച്ച് തന്നെ നിങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊടുത്ത ഒരു കഥാപാത്രമാണ് പൊടിയൻ കൊച്ചാട്ടൻ. ആ ക്യാരക്ടറിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതുപോലെ ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിട്ട് നിങ്ങൾ അതിനകത്തേക്ക് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അസാധ്യമായ സ്ക്രിപ്റ്റ് അതിന് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. കാരണം പെട്ടെന്ന് തന്നെ അമ്മൂമ്മയിൽ നിന്ന് നമ്മൾ ഇത്രയും മാറി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് വരിക എന്ന് പറയുന്നത് സുജിത്തിൻ്റെ മരണമാസ് പ്രകടനമായിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് ആ ഡാൻസ് സീക്വൻസ് പുള്ളി ബാധ കയറി കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് ഇടയ്ക്ക് മറ്റേ ആളാവുന്നുണ്ട് ഭാനുമതി. അപ്പോൾ കാല് നിവർത്തി വെച്ചിട്ട് ആ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾ ഭയങ്കര രസമായിട്ട് നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പുന്ന തരത്തിൽ നിങ്ങൾ അതെല്ലാം കൊണ്ടുവന്നു. പിന്നെ ഹരിയുടെ ഒരു പ്രകടനം എടുത്തു പറയണ്ട. ആദ്യം വന്ന സണ്ണിയാണല്ലോ, അത് കഴിഞ്ഞ് മേൽപ്പാലം എന്ന് പറഞ്ഞിട്ട് മേൽപ്പാടമായി. കാരണം അതും ചെറിയ ടൈമിലാണ് മാറി വരുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിറ്റായിരുന്നു. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചലഞ്ചായിരുന്നു. നിങ്ങളത് 100% അത് അച്ചീവ് ചെയ്തു. ഗംഭീരായിരുന്നു. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ. രാജേഷ്, സുജിത്ത്, ഹരി ഗംഭീരമായിരുന്നു കേട്ടോ. ഉഗ്ര സ്കിറ്റായിരുന്നു. കാരണം നിങ്ങൾ വരുമ്പോൾ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിക്ക് മേലെ നിങ്ങൾ കൊടുത്തു. ഉഗ്രനായിരുന്നു. കാരണം എനിക്ക് നേരത്തെ അജു പറഞ്ഞുകൊണ്ട് തന്നെ പൊടിയൻ കൊച്ചാട്ടനിലേക്ക് ഇത് വന്നപ്പോഴാണ് ഇതിൻ്റെ ആ വ്യാപ്തി നമുക്ക് മനസ്സിലായത്. കാരണം ഇത് പഴയ ടീമിലേക്ക് വന്നപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും നമുക്കത്.
പൊടിയൻ കൊച്ചേട്ടൻ എന്താണ്, അയാളുടെ വൈഫ് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത്രയും മനോഹരമായിട്ട് ഇതിൻ്റെ സ്പൂഫ് ചെയ്തതായിട്ട് ഞാൻ ആരും കാണുന്നില്ല. കാരണം നിങ്ങൾ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് വളരെ മനോഹരമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ബ്രില്യൻ്റ് ഷോട്ടുകൾ നിങ്ങൾ ചെയ്താക്കണത് വളരെ കോമഡി വൽക്കരിച്ചിട്ടാണ് ചെയ്താക്കണത്. അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഈ ഒരു സംഭവം ഇതിനകത്ത് കാണിച്ചത് മനോഹരമായിരുന്നുണ്ട്. അത് ഇതിനകത്ത് കാണിക്കുന്നത് വെറ്റിലേലി ഇത് ചുണ്ണാമ്പ് കൂടിപ്പോയെന്നാണ്. പൊടിയൻസേ അത് കഴിക്കല്ലേ. അത് സിനിമയിൽ ഉള്ള സാധനം അത് കോമഡി വൽക്കരിച്ച് കൊണ്ടുവരുമ്പോൾ ഇത്ര മനോഹരമായിട്ട് അത് നിങ്ങൾ ബ്രില്യൻ്റായിട്ട്, അത് ബ്രില്യൻ്റ് തോട്ടാണ്, അത് ബ്രില്യൻ്റായിട്ടുള്ള കൗണ്ടറുകളാണ്. പിന്നെ അവിടെ കാണിച്ച നമ്മുടെ ആ ചിത്രമില്ലേ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് അതിനകത്തെ സംഭവം തന്നെ ആ കോമഡി കാണിക്കണമല്ലോ, നമ്മൾ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് പോലെ അതൊക്കെ നിങ്ങൾ ഭയങ്കര മനോഹരമായിട്ട് നല്ല ഗ്രാൻഡായിട്ട് ചിത്രീകരിച്ച് കാണിച്ചു തന്നു. പിന്നെ ആദ്യത്തെ നമ്മുടെ ആ ഒരു വോയിസ് ഓവർ ഇല്ലേ, അത് ഗംഭീരമായിരുന്നു. കാരണം കഥയിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് അതെ സൂര്യശ്രീ അല്ലേ, സൂര്യശ്രീ മനോഹരമായിട്ട് ആ മുത്തശ്ശിയുടെ ശബ്ദത്തിൽ പാട്ട് പാടിയതും സൂര്യശ്രീയാണ്. സൂര്യശ്രീക്ക് നല്ലൊരു. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റേ സണ്ണി വന്നിട്ട് സണ്ണിയുടെ ബാഗ് കത്തുന്ന അയ്യോ കേട്ട് അതെന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിന്റെ ടെക്നിക്ക് നമുക്ക് പിടികിട്ടണ്ട. എന്തായാലും അത് വീണ്ടും അത് പോഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. സഡൻലി ആണ് ആ കത്ത് സംഭവിക്കുന്നത്. അതൊക്കെ ടൈമിങ് ആർട്ടുകാരാണോ അത് മറ്റേ അവർക്കൊരു നല്ലൊരു കയ്യടി. എന്തായാലും എനിക്ക് തോന്നുന്നത് റിലീസ് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാമത്തെ റിലീസായിരിക്കും. തമാശ കൊണ്ട് എന്തായാലും ഉഗ്രനാണ് കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി. വേറൊരു ചോദ്യം സുഹിത്തേട്ടനോട് ചോദിച്ചോട്ടെ. സുഹിത്തേട്ട, ഇവിടെ ആ മറ്റേ ഇതിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആ മുറിയിൽ വെച്ച് കാണിക്കുന്ന സീനുണ്ടല്ലോ, ശരിക്കും സിനിമയിൽ ശോഭന മാം ആ സീനിൽ ഇങ്ങനെ സെറ്റ് മുണ്ടോ എടുത്തിരിക്കണേ, ചേട്ടൻ അവിടെ പോയിട്ട് ശരിക്കും അത് മാറിയത് അങ്ങനെ കോൺഷ്യസ്ലി മാറിയതാണോ അല്ലാതെ അങ്ങ് മാറിയതാണോ? ഓ, അതും നല്ലൊരു റെഫറൻസ് ആയിരുന്നു. ശരിക്കും സിനിമയിൽ ശോഭന മാം സെറ്റ് മുണ്ടാണ് എടുത്തിരിക്കണത്, ആ ചെയർ പൊക്കി അടിക്കുന്നത് ഇതേപോലെ ഒരു സാറ്റിന്റെ സാരിയാണ്. അതൊക്കെ ഡീറ്റെയിലിംഗ് ആണ്, അതിനൊരു കയ്യടി. റെഫറൻസ് കറക്റ്റ് ആണ്. കൊള്ളാം. അപ്പൊ ഈ ഒരു സ്കിറ്റ് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ഞാനൊരു 25,000 കൊടുക്കാം. 25,000. അസീസിക്ക? ഞാനും ഒരു 25,000. 25,000. അപ്പൊ ഇപ്പൊ തന്നെ 50,000 രൂപയായിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞു. അതെ, ഹാഫ് സെഞ്ചുറി ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി അജേട്ടാ പ്ലീസ് റിവീൽ. യെസ്, 1 2 3. നമ്മുടെ സ്വന്തം ടീം പത്തനംതിട്ട അടിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു കിടിലൻ സിൽവർ പഞ്ച്. എന്ത് തോന്നുന്നു? അപ്പൊ സിനിമ സൂപ്പർ ഹിറ്റായി അല്ലേ? നാഗവല്ലി പറയൂ ആദ്യം. സുഹിത്തേട്ട? എന്താ വളരെ സന്തോഷമുണ്ട്, സിൽവർ പഞ്ച് അടിച്ചത് വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരോടും ജഡ്ജസിനോട് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നാ ക്ഷീണിച്ചു പോയോ? ഇത്രയും ക്യാരക്ടർ ചെയ്തല്ലോ, അതുകൊണ്ടല്ലേ? അതുകൊണ്ട് കൊള്ളാം, അടിപൊളി. ചേട്ടാ? സന്തോഷം. കഴിഞ്ഞ 2 സ്കിറ്റ് ഇച്ചിരി കയറാൻ പറ്റിയില്ല, താഴോട്ടായി പോയി. ഇതൊന്ന് നല്ല വർക്ക് ചെയ്ത് ഞങ്ങള്. അതിന്റെ ഒരു പ്രതിഫലം. തീർച്ചയായിട്ടും നമ്മൾ കിടിലമായിട്ട് ചിരിച്ചല്ലേ? അതിനിടയ്ക്ക് പുള്ളിക്കാരൻ ഇന്നലെ 2 ദിവസം കൊണ്ട് വയ്യായിരുന്നു, ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഒട്ടും വയ്യാതെ കളിച്ച് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ. ശരി, ശരിക്കും ഒന്ന് മേൽപ്പാടനെ കാണണോ? പക്ഷെ അതൊന്നും ചേട്ടന്റെ പ്ലേയില് നമ്മൾ അറിഞ്ഞതേ ഇല്ല. ചേട്ടാ പറയൂ, ഇപ്പൊ ഓക്കെ ആയോ? ഒരുപാട് സന്തോഷം. കാരണം ഓക്കെ ആയോ? അസുഖം ഓക്കെ ആയോന്നാണ് ചോദിച്ചത്. അസുഖം ഓക്കെ ആയോ? ഡബിൾ ഓക്കെ. പിന്നെ അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ കൊള്ളാം. അപ്പൊ ചേട്ടന്മാരെ ഒരിക്കൽ കൂടി ഒരു വലിയ കൈയ്യടി തരുന്നു. സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്. ഇനി ഒരുപാട് പഞ്ചുകളായിട്ട് ടീം പത്തനംതിട്ട നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ഒരുപാടധികം ചിരി നിറച്ച് നല്ലൊരു സ്കിറ്റുമായി എത്തുന്നു നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ ചേട്ടൻ, സജി മൂങ്ങോട്ട്. സജി ചേട്ടൻ ഒപ്പം ശാലിനിയും. ചേട്ടാ, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ലൊരു വാടക വീട് ഒത്തു കിട്ടിയല്ലേ? അപ്പൊ ഞാൻ ഈ വീടിന് വേണ്ടിട്ട് കിടന്ന് ഓടിയൊന്നും ഒരു ബുദ്ധിമുട്ടും അല്ലല്ലോ. അതാണോ ഞാൻ പറഞ്ഞത്? എന്നാലും ഈശ്വരന്റെ ഒരു സഹായം എല്ലാ കാര്യത്തിലും വേണ്ടേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നമ്മുടെ ഈ ഫോട്ടോ ഇവിടെ വെക്കട്ടെ ചേട്ടാ. കണ്ടേ
എഞ്ചത്തോട്ട് വെച്ചാ മതി എന്നുള്ള കൗണ്ടർ ഒന്നും ഇവിടെ പറയണ്ട. അത് തൽക്കാലം ഞാൻ നിരോധിച്ചിരുന്നു. അപ്പൊ അത് നിനക്കറിയാം. അറിഞ്ഞു വെച്ചോണ്ട് നീ എന്തിന്റെ എന്നെ നെഞ്ചത്തോട്ട് വന്ന് കാരണം? ഓ, ഞാനിത് എന്റെ ബെഡ്റൂമിൽ വെച്ചോളാം. കൊണ്ടുപോയി എല്ലാ കാര്യത്തിനും അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമെന്ന് നോക്കണ്ട. അല്ലടേ, എന്തുവാ ഈ ഫുഡൊക്കെ നീ എവിടെ നിന്ന് അറേഞ്ച് ചെയ്തത്? അതൊക്കെ ഞാൻ നല്ല സ്ഥലത്തുനിന്ന് വേണ്ട സമയത്ത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് പിന്നെ കഴിക്കാൻ ചേട്ടാ, എത്ര പണികൾ ബാക്കി കിടക്കുന്നേ. കല 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 കനകലതേ, എന്തുവാ ഇങ്ങ വന്നേ, ഇങ്ങ വന്നേ. എന്താന്ന് ആ വാന്ന് തുറന്നേ. ഇപ്പഴോ? ഇപ്പൊ എന്താ കുഴപ്പം? ഇവിടെ വെച്ചോ? ഇവിടെ വെച്ച് എന്താ കുഴപ്പം? വാന്ന് തുറക്കേ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ ചെന്ന സമയത്ത് നിങ്ങളുടെ അമ്മ എന്തോ പറഞ്ഞേ? എന്റെ മുടിക്ക് നീട്ടം പോരാ, ഞാൻ ലിപ്സ്റ്റിക് തേച്ച് വെച്ചേക്കുന്നു, ഐബ്രോ കോടി ഇരിക്കുന്നു, തുണിക്ക് ഇറക്കം പോരാ. നിങ്ങളുടെ അച്ഛനായാലും നിങ്ങളുടെ അമ്മയാണെങ്കിലും സൗകര്യം എനിക്ക് തന്നിട്ടുണ്ടോ? പറയിപ്പിക്കാൻ എന്നെ കൊണ്ട്. നിങ്ങൾ എന്താ മിണ്ടാത്ത? പുതിയൊരു വാടക വീട്ടിലോട്ട് താമസം മാറിയതല്ലേ? ആ വാന്ന് തുറക്കൂ, ഇച്ചിരി മധുരം തരാന്ന് പറയാനായിരുന്നു. അതായിരുന്നോ? അത് ഇനിയും തന്നൂടെ? പിന്നെ നിന്റെ അടുത്ത് തുടക്കം തൊള്ള ഇറക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നീ ഇത് കഴിക്കണ്ട. അല്ല പിന്നെ നിക്ക് എവിടെ പോണ്? എന്നാ തിരുവാൻ തുറന്നേ. എന്താ വായി നാക്കുണ്ടോ നോക്കട്ടെ, ഒന്ന് തുറന്നേ. ലാക്കല്ലേ ഇരിക്കുന്നേ? അപ്പൊ നാക്കുണ്ട്. അച്ഛനും അമ്മയും നിങ്ങളുടെ എന്നെ അത്രയും ബുദ്ധിമുട്ടിച്ചപ്പോ ഈ നാക്ക് പണയം വെച്ചേക്കുവായിരുന്നോ? എന്തുവാടേ ഇത്? നീ വന്നേ, നീ വാടിക്കത്തിന്റെ മുഖത്ത് നോക്കടി. വരുവാ. നാളെ രാവിലെ തന്നെ അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാരെയൊക്കെ ചെന്നൊന്ന് പരിചയപ്പെടണം കേട്ടോ. എന്തിന്? ഞാൻ മാത്രം അനുഭവിക്കുന്നതിന് അവരും കൂടെ അനുഭവിക്കട്ടെ. ഞാനേ ചൊറിയുന്ന വർത്താനം പറയാൻ ഞാൻ പറഞ്ഞു. വർത്താനം പോ പോ പോ. പരിചയപ്പെടാനുള്ളൊക്കെ ഞാൻ മുമ്പേ പരിചയപ്പെട്ടു വെച്ചിട്ടുണ്ട്. എങ്ങനെ? അത് ഞാൻ കേട്ട് വരുമ്പോ നിങ്ങൾക്ക് അതൊരു ഞെട്ടലായിരിക്കും. നീ പറയടിയല്ലോ ഉണ്ടെങ്കി. നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ളത് കാർപ്പൻറ്റർ ചന്ദ്രേട്ടൻ. നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ളത് ഫൈനാൻസ് തരുന്ന ഗോപിച്ചേട്ടൻ. നമ്മുടെ വീടിന്റെ പുറകിലുള്ളത് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. പെണ്ണുങ്ങളെ നീ പരിചയപ്പെട്ടില്ലല്ലേ? നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിച്ചു കിട്ടിയതൊന്നും പോരെ, ഈ നാട്ടിൽ വന്ന് ഇവിടുന്ന് കൂടി കിട്ടണോ? എന്തെങ്കിലും ചെയ്യില്ലേ? നിങ്ങളടുത്ത് എത്ര നേരം കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്തുവാ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ? അല്ലെങ്കിൽ എങ്ങനെ? ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ചേട്ടന് എപ്പോഴും ഒരു സ്നേഹമില്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ 24 മണിക്കൂർ എന്നെ ഫോണിൽ വിളിച്ചോണ്ടിരുന്നല്ലേ? എടി, അന്ന് നീ നിന്റെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. പിന്നെ ഫോൺ വിളിക്കണ്ടേ? ഇപ്പൊ നീ എന്റെ കൂട്ടത്തിൽ വന്ന് ഇവിടെ നിൽക്കുമ്പോ പിന്നെ ഞാൻ നിന്നെ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? അതല്ല, പിന്നെ എന്റെ കൂട്ടുകാരി സുമ വിളിച്ച് പറയാ, രണ്ടാമത്തെ ഒരു കൊച്ചൊക്കെ നോക്കാറായില്ലേന്ന്. പൈസ ചെലവാണ് കേസാണല്ലോ ദൈവമേ. സംഭവം എനിക്ക് ചെറിയ ബിസിനസ് ആണല്ലോ. അപ്പൊ ഈ ബിസിനസ്സിൽ 10-30,000 ആണല്ലോ എനിക്ക് സാലറി കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഒരു കൊച്ചുണ്ട് ഓൾറെഡി. അതിന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൂടുതലായിട്ട് 40,000 കിട്ടുമ്പോ അടുത്ത കൊച്ചാവാം. അത് കുറച്ചുകൂടി ആയിട്ട് ഒരു 50,000 ആയ അടുത്ത കൊച്ചാവാം. അതിങ്ങനെ 60,000 70,000 ഇങ്ങനെ പൈസ ഇങ്ങോട്ട് വരവിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് നമുക്ക് കുട്ടികളുടെ എണ്ണം കൂട്ടാം. അയ്യോ, എനിക്ക് തൽക്കാലം ഒരു അംഗനവാടി തുടങ്ങാൻ ഇവിടെ പ്ലാൻ ഇല്ല. ഒരു കൊച്ചിന്റെ കാര്യം ഞാൻ ചോദിച്ചോളൂ. അമൃതം പൊടി തിന്നാന്നുള്ള മോഹം തീർന്നു. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്ക് അത്രയും ആഗ്രഹത്തില് ഞാൻ അത്രയും മോഹിച്ചാണ് എന്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യം എപ്പോഴും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് ചേട്ടാ ഒരു 25 രൂപ. 25,000 രൂപ? ഞാൻ ഇപ്പൊ ബ്രോക്കർക്ക് 10,000 കൊടുത്തിട്ടാണ് ഈ വീട് സെറ്റ് ചെയ്തത്. നിനക്ക് എന്തിനാണ് 25,000 രൂപ? ചേട്ടാ 25,000 രൂപയല്ലേ, 20 രൂപ തരാനാണ് ഞാൻ പറഞ്ഞത്. 20 25 ഏതെങ്കിലും ഒന്ന് തെളിച്ച് പറ. എത്ര വേണം? 20 രൂപയോ 25 തന്നാ മതി. വെറും 25 ആണോ? എന്തിനാ? എനിക്ക് ഞാൻ അവിടെ ഒരു അമ്പലത്തില് ചേട്ടന് വേണ്ടി വഴിപാട് നേർന്നിട്ടുണ്ട്, അത് ഇടാൻ വേണ്ടിട്ടാ. അത് കൊണ്ട് ചെയ്. ഓ, നിങ്ങളും വരണം. ഞാൻ അങ്ങ് വരുന്നത്, നീ ഒറ്റയ്ക്ക് പോയാ മതി. കാശ്മീരിലെ അമ്പലത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? കാശ്മീരില? ഇവിടത്തെ കാശ്മീരിലെ അമ്പലം? അത് സുമ വിളിച്ച് പറഞ്ഞായിരുന്നു. കാശ്മീരില് ഒരു ഗണപതി കോയിലുണ്ട്, അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടക്കും, ചേട്ടന് എല്ലാം നല്ല വരുന്നു. ഇവിടത്തെ ഗണപതിയായിട്ട് നിനക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തുവാ ചേട്ടാ? എടി, നീ അങ്ങ് കാശ്മീരിൽ കൊണ്ടുപോകണ എന്തിന്? നീ ഇവിടത്തെ ഒരു 500 1000 എടുത്ത് ഇവിടത്തെ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നേർച്ചയിട്. അങ്ങനെ പോണെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് ഇരി പോ. പാറയ്ക്ക് ഒതുക്കാളെ. ഞാൻ അമ്മയ്ക്ക് വിളിച്ചാൽ ഞാനും വിളിക്കും. എന്റെ അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയക്കട്ടെ എന്നാ പറഞ്ഞത്. എന്ത് മെസ്സേജ്? അമ്മയുടെ ഫോണേ എന്റെ ബാഗിൽ വെച്ച് മറന്നുപോയി അമ്മ, അത് അറിയിക്കാൻ അമ്മയ്ക്ക് ഞാൻ ഒരു മെസ്സേജ് അയക്കുന്നു. അമ്മേടെ ഫോൺ എവിടെയിരിക്കുന്നു? എന്റെ ബാഗില്. ഓ, മെസ്സേജ് അയക്കണേക്കാളും ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? ആ ശരിയാലോ. ഒരൊറ്റ അടി അടിച്ചാന്നണ്ടല്ല. ഇതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്? സഹിച്ചിട്ട് വലിയ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അടുക്കളയിലായിട്ട് ഞാൻ കൊണ്ട പൊക്കോ. എന്തുവാ എന്ന് നീ പറഞ്ഞാൽ ഞാൻ അങ്ങ് പോകും. പറഞ്ഞില്ലെങ്കിലോ? പറഞ്ഞില്ലേലും ഞാൻ പോകും. വെറുതെ നമ്മൾ ശരീരമില്ലാതാക്കും. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ
കനകലത, എന്റെ പേര് മറന്നില്ലല്ലേ? എങ്ങനെ മറക്കാനാ? അല്ല എന്താ ഇവിടെ? ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. ഞാൻ ഈ വീടിന്റെ മുകളിലാണ് താമസിക്കുന്നത്. ഈശ്വരാ, അപ്പൊ എന്റെ പേരും മറന്നിട്ടില്ല അല്ലേ? ഞാൻ സാക്ഷാൽ ഈശ്വരനെ വിളിച്ചതാ. ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് ഞാൻ ഇപ്പോഴും കനകലത്തിന് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ടല്ലേ? ദേഷ്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ. കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് സ്ത്രീധനം പോരാന്ന് പറഞ്ഞ എന്റെ അച്ഛനോട് വഴക്കിട്ട് നിങ്ങൾ പോയതല്ലേ? അയ്യോ, ഞാൻ മനഃപൂർവ്വം പോയതല്ലോ. എന്റെ അച്ഛന്റെ പിടിവാശി കാരണമല്ലേ? അച്ഛന് ശ്രീധരൻ വേണോന്ന് പറഞ്ഞിട്ടല്ലേ? അല്ല ഞാൻ വല്ലതും പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ അച്ഛന്റെ ഒരു പിടിവാശി. എന്നിട്ട് കല്യാണം കഴിച്ചോ നിങ്ങൾ വേറെ? ഇല്ല. അതെന്തു പറ്റി? അച്ഛൻ പോയി. ആരോടെ? അല്ല, ആരുടെയും കൂടെ പോയതല്ല. അച്ഛൻ മുകളിലോട്ട് പോയി. അച്ഛന്റെ മുകളിലുണ്ടോ? അതല്ല, അച്ഛൻ മരിച്ച് മുകളിലേക്ക് അങ്ങ് പോയി. ചേട്ടാ, എല്ലാവരും പറയുന്നു ഈ മരിച്ചവര് മുഴുവൻ മോളിൽ പോകുന്നു. അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? അല്ല, പിന്നെ മരിച്ചവരിന്റെ മുകളിലോട്ട് പോയാൽ അപ്പുറത്തെ വീട്ടിൽ പോയെന്ന് പറയാൻ പറ്റുമോ? അച്ഛൻ പിന്നെ വേറെ എന്നെ ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാനൊരു ഹോസ്റ്റലിൽ പോയാണ് പെണ്ണ് കണ്ടത്. ഹോസ്റ്റലിലാണ് പെണ്ണ് കാണാൻ? ലേഡീസ് ഹോസ്റ്റല്. വീട്ടിലൊന്നും കയറ്റി കാണില്ലാണ്. അതുകൊണ്ടല്ല, വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഒരു പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ലേഡീസ് ഹോസ്റ്റലാകുമ്പോൾ ഒരാൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വേറെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ. നടന്നോ? ഇല്ല, അത് ഞാന് അവിടെ ചെന്ന് അവരോട് ഇങ്ങനെ ആദ്യമേ ചെന്നപ്പോഴേ ഞാൻ അങ്ങ് പറഞ്ഞു, ഒറ്റ സ്ത്രീധനവും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം കൂടെ മാറി ഇരുന്ന് ഇങ്ങനെ കുശിക്കുന്നു. സ്ത്രീധനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഈ ചെറുക്കൻ എന്തോ കുഴപ്പമുണ്ടല്ലോ. ശരിയല്ലേ? എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ കാണും. ചെറിയൊരു അങ്ങനെ ഒരു കുഴപ്പം സത്യം പറയാൻ എനിക്കില്ല. അല്ല, കനകലത കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. എന്റെ അച്ഛൻ എനിക്ക് 50 പവനും 5 ലക്ഷം രൂപയും മാരുതിക്കാരും തന്നാ പറഞ്ഞു വിട്ടത്. അതിന്റെ പകുതിയല്ല എന്റെ അച്ഛൻ ചോദിച്ചോളൂ. ചോദിച്ചു. സ്ത്രീധനം ചോദിക്കുന്ന എന്റെ അച്ഛന് ഇഷ്ടമല്ല. അതായിരുന്നു പ്രശ്നം. ഇവര് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ല. എന്റെ അച്ഛൻ മാന്യമായിട്ട് തന്നിട്ട് ഞങ്ങളെ കെട്ടിച്ചു വിട്ടു. അപ്പൊ ചോദിച്ചതാ അച്ഛാ, ഇപ്പോഴെങ്ങാണ് എന്റെ കൈ എന്തൊരു കഷ്ടമായി പോയി. അതുപോട്ടെ, പുള്ളി എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. ഗുണ്ടയാണോ? ആ ഗുണ്ടയാണെങ്കിലും കുഴപ്പമില്ല. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, എനിക്കൊരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. മനസ്സിലായി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഓക്കെ. പക്ഷെ കനകലത കല്യാണം കഴിച്ചു. അപ്പൊ നമ്മൾ തമ്മിലൊരു തീരുമാനം എടുക്കുമ്പോ ആലോചിച്ച് കണ്ടു വേണം എന്റെ കൂടെ ഇറങ്ങി വരാൻ. ആ തീരുമാനത്തിന്റെ കാര്യമല്ല പറഞ്ഞു. എന്റെ ഭർത്താവ് ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. ദൈവത്തെ ഓർത്ത് അങ്ങേരെ മുമ്പിൽ വെച്ച് ഈ പഴയ കാര്യങ്ങളൊന്നും ചേട്ടാ, നമ്മുടെ മോളിൽ താമസിക്കുന്ന ഞാൻ ഇതിന്റെ മോളിൽ താമസിക്കുന്നത് അറിയാതെ മനസ്സിലായി. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം പറഞ്ഞായിരുന്നു. ഇരിക്കണമെന്നോ? അയ്യടാ, പെരിച്ചാഴിഞ്ഞിട്ട് തന്നതാണല്ലേ? പിന്നെ എങ്ങനെ എന്ത് ചെയ്യുന്നു? ഞാന് ഈ നാട്ടിലെ ആൾക്കാരെയൊക്കെ കൊളസ്ട്രോളും BP ഒക്കെ കുറച്ചു കൊടുക്കുന്ന ആളാണ്. ഡോക്ടറാണോ? അല്ലല്ല, അല്ലേ അല്ല, വില്ലേജ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. വില്ലേജ് ഓഫീസറോ? വില്ലേജ് ഓഫീസ് ജോലി ചെയ്യുന്നു. ആൾക്കാർ ഒരു കാര്യത്തിന് വരുമ്പോ ഒറ്റ പ്രാവശ്യം വന്നാ മതി, ഞാൻ 10 പ്രാവശ്യം കൊണ്ട് നടത്തിക്കും. കൊളസ്ട്രോൾ ഒക്കെ കുറയുന്നു. അത് വിളിച്ച് അല്ല, ഈ ഒരുപാട് പ്രാവശ്യം നടക്കുമ്പോ ചെരുപ്പ് തേയത്തില്ലേ? തേയും. അതുകൊണ്ടൊരു ചെറിയ ചെരുപ്പോടെ കൂടെ തൊട്ടടുത്തിട്ടുണ്ട്. അത് വിളിച്ചു നമ്മൾ ഈ ബുദ്ധിപൂർവ്വമാണല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോ വളരെ ഇന്റലിജന്റ് ആയിട്ടിരിക്കാൻ. അതെ, ഈ ആഹാരമൊക്കെ പുറത്തുനിന്നാണോ കഴിക്കുന്നേ? അല്ല, പിന്നെ അകത്തുനിന്ന് കഴിക്കുന്നത്. അപ്പൊ അകത്ത് വെക്കും? അല്ല, പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച അകത്ത് പോയിരുന്നു. എന്താ പേര്? എന്റെ പേര് ദിനേശൻ. എന്താ നിങ്ങളുടെ പേരെന്താ? ഈശ്വരൻ. അവളൊരു ഭക്തയാ, എപ്പോഴും ഈശ്വരാന്ന് പറഞ്ഞോണ്ട്. താങ്കൾ പറയും എന്താ പേര്? ഈശ്വരൻ. ഈശ്വരനാണ് പേര്. ആൾക്കാർ സ്നേഹമുള്ളവര് ഈശ്വരൻ എന്ന് വിളിക്കും. ഓ അങ്ങനെ. എനിക്ക് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ത് ബിസിനസ് ആണ്? എനിക്ക് ജട്ടി കച്ചവടം. പാവാട, നൈറ്റി, പിന്നെ ഈ മുതുകു ചൊറിയുന്ന ഇങ്ങനെ ഒരു കൈ ഉണ്ടല്ലോ. അല്ല, ഫുട്പാത്തിൽ ഇട്ടാണോ കച്ചവടം? ഏതെടുത്താലും 169 രൂപ. കിടുക്ക് ചട്ടി കാണണോ? വിസിറ്റിംഗ് കാർഡ് കാണണോന്ന്? അത് പിന്നെ ഞാൻ കണ്ടോളാം. ഓക്കെ. പിന്നെ ഞാൻ മുകളിലോട്ട്. അല്ലല്ല, ഇരിക്കെ. പുള്ളി പുറത്തുനിന്നൊക്കെ ആഹാരം വാങ്ങിച്ചാ കഴിക്കുന്നേ. ഇന്നിപ്പോ എന്തായാലും വന്നില്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ? അല്ല ചേട്ടാ, പുള്ളി ഓഫീസ് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് മോളിൽ പോയിട്ട് വന്നിട്ടൊക്കെ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കഴിക്കാം, പിന്നെ ഒരു ദിവസം കഴിക്കാറുന്നില്ല. ഇവിടെ കഴിച്ചിട്ട് പോയത്. വന്നേ. വേണ്ടായിരുന്നു. ഇല്ല, ഇരുന്ന് അവിടെ അപ്പുറത്തിരുന്ന കഴിക്കേ. വിളമ്പ്. സംഭവേ, കഴിച്ചിട്ട് പോകും, അതാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവള് ഭയങ്കര പാചകം. അതായത് ഞാൻ അടുത്ത് ഇറങ്ങി വാ, അപ്പുറത്ത് വാ, ഒക്കെ വിളമ്പ്.
ഇവളെ കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി. ഭയങ്കര കൈപ്പുണ്യോ. എനിക്കറിയാം. അതെങ്ങനെ അറിയാം? സാധാരണ വീട്ടില് പെണ്ണുങ്ങളാണല്ലോ പാചകം ചെയ്യുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്കാണല്ലോ കൈപ്പുണ്യം, ആണുങ്ങൾക്ക് അതില്ലല്ലോ. പക്ഷെ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാ. അപ്പൊ ഇപ്പൊ ഹോട്ടലിലും പെണ്ണുങ്ങളാണല്ലോ പാചകം ചെയ്യുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്കാണല്ലോ കൈപ്പുണ്യം. ചേട്ടൻ അവിയലെടുത്തെ. ചേട്ടൻ അവിയലെടുത്തെ. പിന്നെ പുള്ളിക്കാരനെയും ചേട്ടാന്ന് വിളിക്കാൻ കുഴപ്പമില്ല, അതിനുള്ള പ്രായമുണ്ട്. അയ്യോ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. എത്രയായി ഈ കുംഭത്തില് എനിക്കൊരു 40, 45. അതെ, അതാണ് സംഭവം. അതെ, കഴിക്കടി. ഉള്ളൊരു പാവാ, മനസ്സിലല്ലേ? ഭയങ്കര പേടിയാ, എപ്പോഴും ഈശ്വര ഈശ്വര എന്ന് വിളിച്ചോണ്ടിരിക്കും. ദൈവം കഴിക്ക്. ദൈവമല്ല, ഈശ്വരൻ. തന്നെ കഴിച്ചോ. ഇവക്കൊരു അച്ഛനും അമ്മയേ ഉള്ളൂ. എല്ലാവർക്കും പിന്നെ അങ്ങനെ ആണല്ലോ. അതെ, രണ്ടെണ്ണം ഉണ്ടാവും. ഇവക്കൊരു സഹോദരൻ ഉണ്ട് അല്ലേടി? ഒരു സഹോദരൻ പട്ടാളത്തിൽ എന്തോ മറ്റോ ആയിരുന്നു, ഇപ്പൊ ലീവിന് വന്നായിരുന്നു. ഒരു ചിറ്റപ്പനുണ്ട്, ദീപാകരൻ. അല്ലേ? ചിറ്റപ്പൻ ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അങ്ങ് ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ പട്ടാളത്തിലാണെങ്കിൽ ഒരു ചിറ്റപ്പനും കാണുമല്ലോ. പക്ഷെ ഈ ദിവാകരൻ, നമ്മൾ പ്രായമുള്ള ഒരു മനുഷ്യൻ എടാ പോടാന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഒരു പേരും കിട്ടും. ദിവാകരൻ നല്ല പേരാ, നല്ല പേരാ. കറക്റ്റ് സംഭവം. നിന്റെ ചിറ്റപ്പൻ ദിവാകരൻ എന്തേടി? ഞാനെന്നാ മുകളിലോട്ട് പോട്ടെ. സമയമായിട്ടില്ല, ഞാൻ വിടാം. കുറച്ച് വെള്ളം കുടിച്ചോ. അല്ല, ഞാൻ മുകളിലോട്ട് പോയി. ചേട്ടൻ പ്രായമുള്ള ആളല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് ആഹാരം എങ്ങനെ മടക്കി കറി ചത്തുപോയി നമുക്ക് പണിയാവൂലേ? കറക്റ്റ്. ഇവള് ബുദ്ധിയുള്ളോളാ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യും ഇവള്. ഞാനങ്ങ് വെള്ളം കുടിച്ചോ, ഇഷ്ടം പോലെ കുടിക്കാണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? എങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല? എനിക്കെല്ലാം മനസ്സിലായി. അങ്ങനെ പറഞ്ഞോ? എന്തുവാ പറഞ്ഞെന്നോ? ഇതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം എനിക്ക് ചോദിക്കാറുണ്ട്. ടെൻഷൻ അടിക്കണ്ട, സംശയം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പരിചയം? ദൈവദോഷം പറയരുത്. ഞാൻ ഇവിടെ ഇപ്പൊ വന്നു, ഒരു ബീജം ഇട്ട് വന്ന് നിന്ന് പെങ്ങളെ പോലെ ഒരു പെണ്ണിനെ കണ്ടു. പരിചയമില്ല. നീ ഇതാടി ഇതൊക്കെ അങ്ങ് അകത്തോട്ട് കൊണ്ട് വയ്യടി, കൊണ്ടുവച്ചു പോക്കോ. എന്റെ പൊന്നോ, എന്റെ പൊന്നേ, ഇപ്പൊ വീണല്ലോ. അങ്ങനെ പൊന്നോ, ഈ പൊന്ന് വീഴാതെ ഞാനൊരു 4 വർഷം കൊണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര ഇരി, ഈശ്വരി ഇങ്ങ് വാ. ചേട്ടാ, നീ നേരത്തെ എന്താ പറഞ്ഞേ? ആദ്യമായിട്ട് കണ്ടതാണ്. ഈശ്വരന്റെയും ഈശ്വരിയുടെയും ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് എനിക്കിപ്പോ അറിയണം. ഞാൻ വെറും മണ്ടനാണെന്ന് വിചാരിച്ചല്ല. ഇങ്ങോട്ട് വേടാ ഈശ്വര, നീ തട്ടിന്റെ പുറത്ത് എന്താടാ നീ? നീ കാരണമല്ലടാ ഇവളെ ഇവിടെ വന്നത്. ഒരു സത്യമല്ല, എനിക്കറിയാം. എന്നെ തേക്കിയായിരുന്നു 24 മണിക്ക്. ഈശ്വരൻ വാടക വീട് അറേഞ്ച് ചെയ്തു. ഈശ്വരൻ മുകളിലിരുന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ട്. അയ്യോ, ഈശ്വരൻ നമുക്ക് വേണം. നീ എന്താ പറഞ്ഞത്? നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവൻ അറിയാതെ പണി കൊടുക്കണമെന്നല്ലേ? എനിക്കിട്ട് പണിയായിരുന്നല്ലടാ. നീ എന്നെ ചതിച്ചു, നീ എന്നെ ചതിച്ചു. ഞാൻ ചതിച്ചിട്ടില്ല ചേട്ടാ. ഈശ്വരൻ തന്ന നമ്മുടെ മക്കളും സത്യം. കുട്ടികളുടെ കാര്യത്തിലും ഈശ്വരൻ തന്നെ. നീ തന്നെ ചതിച്ച്. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. എടാ, ആ കൊച്ചുണ്ടല്ല, അവ ഇപ്പൊ സ്കൂൾ വിട്ട് ഇവിടെ വരും. ഈശ്വരനും കൂടി ആ കൊച്ചിനെ വിളിച്ചോണ്ട് ഇപ്പം പക്കോളണം. ഇനി ഇത് എന്റെ വാടകയ്ക്ക് വീടാ. പൊക്കോ. കൊറേ നേരമായല്ലോ നീ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്നു തിളയ്ക്കുന്നല്ലോ. ഞാൻ ഈ കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല. ഒറ്റ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവളെ പെണ്ണ് കാണാൻ അവിടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്ക്. എന്റെ അച്ഛന്റെ പിടിവാശി കാരണം അവളെ എനിക്ക് കിട്ടിയില്ല. അച്ഛൻ ആവശ്യമില്ലാത്ത സ്ത്രീധനം ചോദിച്ചോണ്ട്. അല്ലാതെ പിന്നെ ഞാൻ ഇവനെ കണ്ടിട്ടേ ഇല്ല. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വെച്ചാ കണ്ടത്. കണ്ടപ്പോ ഈ കൊച്ചന്റെ അടുക്ക തൊഴിൽ എടുത്ത് പറഞ്ഞെന്തോ അറിയോ? ഇതൊന്നും എന്റെ ഭർത്താവിനോട് വിളമ്പരുതേ, ദൈവം ഇതെന്റെ ജീവിതം കുളമാക്കരുത്. അല്ലാതെ ഒരു പുല്ലും പറഞ്ഞില്ല. ചോദിച്ചു നോക്കണ പുല്ലേ. വൃത്തിയോട് പറയുന്നതിന് അതിലുണ്ട് കേട്ടോ ചേട്ടാ. ഓട്ട് കനകലതേ, ഒരു അബദ്ധം പറ്റി. നീ ക്ഷമിച്ചുകളാ. നീ ഇങ്ങനെ ആരും അറിയല്ലേ ചേട്ടൻ അറിയല്ലെന്നൊക്കെ പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് സംഭവിച്ചു. ക്ഷമിച്ചുകളാ കേട്ടാ, ടെൻഷൻ വേണ്ട കേട്ടാ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഗസറ്റ് ഓഫീസ് വരെ പോവാണ്. അതെന്താ? എന്റെ പേരൊന്ന് മാറ്റണം. എന്റെ ഈശ്വരൻ എന്നുള്ള പേര് കിടക്കുന്നോണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാകരുതല്ലോ. ആണ്, അതുകൊണ്ട് ഞാൻ എന്റെ പേര് മാറ്റിയിട്ട് ഇവിടെ താമസിക്കുന്നില്ല. ഞാൻ ഇനി വേറെ എവിടെയെങ്കിലും കാശ്മീരിലോട്ടങ്ങ് പോകാൻ പോകും. അതെന്താ? അങ്ങ് ദൂരെ എവിടെങ്കിലും പോകാന്ന് കരുതി.
അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, നമുക്ക് നല്ലത്. അല്ല, ഈ പേര് മാറ്റിയിട്ട് വേറെ ഏത് പേരിടും? ഗണപതി. എന്താണ് ഗണപതി? ഗണപതി. കാശ്മീരില് ഒരു ഗണപതി കോയിലുണ്ട്, അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടക്കും. എടീ, ഗണപതി. അപ്പൊ കാശ്മീരില് ഗണപതി അമ്പലത്തില് ഗണപതിയെ കാണണോന്ന് നേർച്ചയെന്ന് പറഞ്ഞത് യമനെ കാണാൻ വേണ്ടിട്ടായിരുന്നു. എന്താ നീ വെറും ദിനേശനല്ലടാ, പിന്നെ തളത്തിൽ ദിനേശനാടാ, തളത്തിൽ ദിനേശൻ. അജയേട്ടാ എങ്ങനെയുണ്ടായി സ്കിറ്റ്? നല്ല സ്കിറ്റായിരുന്നു. കാരണം അതൊരു എന്താ പറയുന്നത്, വളരെ പതിയെ തുടങ്ങി ഇങ്ങനെ കത്തി 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 കയറി അങ്ങനെ അങ്ങ് വന്നു. നല്ല മനോഹരമായ, ആരും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ട്വിസ്റ്റുമായിട്ട് ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുന്നു. താങ്ക് യു. ആ തുടക്കത്തിൽ കുറച്ച് ഒരു ഡ്രാമ പോലെ ഫീൽ ചെയ്തു. കൗണ്ടറുകൾ കുറവായിരുന്നു. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മണിക്കുട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട്. അവിടം തൊട്ടിട്ട് പയ്യെ ചിരിക്കുള്ള വകകൾ വന്നു തുടങ്ങി. തീരാറായപ്പോഴേക്കും ഒരുപാട് ഞങ്ങൾ ചിരിച്ചു എന്നുള്ള നല്ല ശ്രീനേട്ടൻ്റെയൊക്കെ ഒരു സിനിമ കാണുന്ന പോലെയുള്ള ഒരു സുഖമുള്ളൊരു സ്കിറ്റായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ട സജിയുടെ പെർഫോമൻസ്. സജി വളരെ ലൈഫിട്ടാണ് കളിച്ചത്, ലൈവായിട്ട്. കാരണം കൂടുതൽ എഫർട്ടൊന്നും എടുത്തില്ല, തമാശയ്ക്ക് വേണ്ടി തമാശ ഒന്നുമില്ല. സാധാരണക്കാരനായിട്ടൊരു ഭർത്താവ്, അതിന് ചേരുന്ന രീതിയിൽ തന്നെ ഭംഗിയായിട്ട് ശാലിനി അത് പെർഫോം ചെയ്യുകയും ചെയ്തു. മണിക്കുട്ടൻ്റെ ഒരു രീതിയുണ്ട്, ഒരു റൂട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യം, നല്ല നല്ല കൗണ്ടറുകളും അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ആ സംശയം എങ്ങനെയെല്ലാം ഇദ്ദേഹത്തിൽ ഉണ്ടാക്കാവോ അത്തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റ്. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സ്കിറ്റുകളെയൊക്കെ അപേക്ഷിച്ച് ബാക്ക് ടു ബാക്ക് കൗണ്ടറുകൾ കുറവായിരുന്നു. ഒരു പതുങ്ങിയ രീതിയിൽ അങ്ങനെ പോകുന്നതായിരുന്നു. പക്ഷെ നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ളൊരു ക്ലീൻ സ്കിറ്റായിരുന്നു. 3 പേർക്കും അഭിനന്ദനം. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ? നല്ല സ്കിറ്റായിരുന്നു കേട്ടോ മണിക്കുട്ടാ. ഈ പറഞ്ഞ കൂട്ട് തന്നെ സ്ക്രിപ്റ്റിന് നല്ല കണക്ഷൻ ഉണ്ട്, ഒരു സിനിമാറ്റിക് പോലെ. അതാണ് നമുക്ക് ലാസ്റ്റ് ചിരിക്കാൻ പറ്റിയത്. രാജേഷ് പാണാവള്ളി. പാണാവള്ളിയാണ്. അതെ അതെ അതെ. സാധനം നിങ്ങളുടെ പോലെ ഒരു ഫീൽ ഗുഡ് സാധനത്തിൽ നമ്മൾ ചിരി വരുത്തണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ വേണം. അതാണ് നമ്മൾ ഇപ്പോൾ ഈ ശാലിനിയും സജിയായിട്ടുള്ള ആ ഒരു കോംബോ കുറച്ച് വലിച്ചിലുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തില്ലെങ്കിലുള്ള ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ശാലിനിക്ക് കുറച്ചും കൂടി കൗണ്ടറുകൾ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവൽ. കാരണം നന്നായിട്ട് പെർഫോം ചെയ്തു ശാലിനി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി തമാശ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ലാഗം ഒഴിവാക്കിയിട്ട് തന്നെ. പക്ഷെ മണിക്കുട്ടൻ വന്നതോടുകൂടി സജീവ് മണിക്കുട്ടനോട് ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ശാലിനി സൈലൻ്റാണ്, ബാക്കിയെല്ലാം കൗണ്ടറുകളിലൂടെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന സംഭവത്തിൽ അത് ഈശ്വരൻ എന്ന് വിളിക്കാത്തവരാരും ഇല്ലല്ലോ. സജീവ് വന്നിട്ട് ഈ 2 പ്രാവശ്യം ഈശ്വരൻ എന്നുള്ള പേര് മാറിപ്പോയിട്ട് ഭഗവാൻ എന്നൊക്കെ വിളിക്കാനല്ലേ, ദൈവം ഇരിക്കും ദൈവം കഴിക്കും എന്നൊക്കെ പറയണ്ടല്ല. ആ സംഭവമൊക്കെ നല്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഭംഗിയായിട്ട് 3 പേരും നല്ല ഗ്രാൻഡായിട്ട് അത് അവതരിപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. ആസിസിക്ക? നല്ല രസമുള്ളൊരു സ്കിറ്റായിരുന്നു. കാരണം എന്താ പറയുക, ചില സിനിമകളിൽ നമ്മൾ എന്തെങ്കിലും ട്വിസ്റ്റ് ഇട്ടിട്ടിട്ടിട്ടിട്ട് പോയിട്ട് ഇതിൻ്റെ ക്ലൈമാക്സിലാണ് ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത് എന്ന് നമ്മൾ ക്ലൈമാക്സ് കൊണ്ട് കാണിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈശ്വര എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ക്ലൈമാക്സിലാണ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും അടിച്ചു അതിടയ്ക്ക് ഗണപതി കാശ്മീരിൽ പോകണം. നിങ്ങൾ ആ ഫുഡ് കഴിക്കാനിരിക്കുന്നില്ലേ, അവിടെ മുതലാണ് സ്കിറ്റ് ടേക്ക് ഓഫ് ആയത്. സത്യം പറഞ്ഞു ഭയങ്കര രസമായിരുന്നു. മണിക്കുട്ടൻ ചേട്ടനെ പിന്നെ പറയണ്ട, സജി ഭയങ്കര നെടുന്തൂണായിരുന്നു, ശാലിനി നല്ല രസമുള്ളൊരു വൈഫായിരുന്നു. ഒരു കുട്ടി ക്യൂട്ട്നെസ് സ്കിറ്റ് കേട്ടാ, അടിപൊളി. എങ്കിൽ ഈ ക്യൂട്ട് സ്കിറ്റിന് എത്ര സമ്മാനത്തുക കിട്ടും എന്ന് നമുക്കറിയാം. നമുക്ക് ആദ്യം ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ഞാനൊരു 15,000 രൂപ. 15,000. അജേട്ടാ? 16. 16. അപ്പൊ 15ഉം 16ഉം 31,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. മണിക്കൂറും ചേട്ടന് വീട് മാറി താമസിക്കാൻ വാടകയ്ക്ക് കുറച്ച് പൈസ കൊടുക്കും. കാശ്മീരിൽ ഇപ്പോഴും വാടകയാ. കലഹം ഉണ്ടാക്കി കാശ്മീർ പോണ്ട, ഇനി കാശ്മീർ പോണ്ട. അപ്പൊ വാടകയ്ക്ക് മാറി താമസിച്ചോട്ടാ. അവരെന്തായാലും സന്തോഷത്തോടെ ക്യൂട്ട് റേറ്റ് തരാം. പിടിച്ചോ. ഓക്കെ, 60,000 രൂപയാണ് നേടിയിരിക്കുന്നത്. എന്താ മണിക്കുട്ടൻ ചേട്ടാ? വളരെ റീസണബിൾ ആയിട്ടുള്ള ക്യൂട്ടാണ്. ചേട്ടൻ ഹാപ്പിയാണ്. ഇല്ല, പക്ഷെ ഞാൻ ഓർക്കാൻ പറ്റേ, ഇതിനകത്ത് കുറച്ചും കൂടെ കൗണ്ടർ കെയർ ചെയ്തിരുന്നെങ്കിൽ, ചിരിക്കാനുള്ളത് ഇട്ടിരുന്നെങ്കിൽ. സിൽവർ നമുക്ക് കഴിഞ്ഞതിനകത്ത് സിൽവർ ആയിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ അതിന്റെ മേളിൽ പോകാൻ ആഗ്രഹിക്കണം. കണ്ണ് തട്ടാണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മണിക്കുട്ടൻ ചേട്ടാ. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണ് കിട്ടുന്നത് നല്ലതാണ്. വീണ്ടും നമുക്ക് ഒരുപാട് പഞ്ചസുഖമൊക്കെ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.
അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരിക്കാനുള്ള നല്ല തകർപ്പൻ സ്കിറ്റുകൾ ഇന്നുണ്ടായിരുന്നു. അതുപോലുള്ള സ്കിറ്റുകളുമായിട്ട് നമ്മൾ വീണ്ടും നാളെ വരുന്നതായിരിക്കും. അപ്പൊ കാര്യക്കാരെ നമുക്ക് വീണ്ടും നാളെ വരാം അല്ലേ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.